പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല വേദ. മാത്രവുമല്ല, ഇതേ തുടർന്ന് പൈസയുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. വേദ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പ്രശ്നങ്ങൾ മൂർച്ഛിക്കുകയാണ്. ഇതോടെ തൻ്റെ ചേച്ചി നൽകേണ്ട പൈസ താൻ നൽകിക്കൊള്ളാമെന്ന് വ്യക്തമാക്കുന്ന വിക്രം ഇനി ഇതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ വേദ ആകെ ഞെട്ടിപ്പോകുന്നു. എന്തു പറയണം എന്നറിയാത്ത അവസ്ഥയിലാണ് വേദ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. മാത്രവുമല്ല, കാര്യങ്ങൾ വിക്രം മനസ്സിലാക്കാതെയാണ് പോകുന്നത് എന്നുള്ള കാര്യം വേദ ഉറപ്പിക്കുമ്പോഴാണ് വേദയെ വിക്രം ചെന്ന് കാണുന്നത്. വേദ, നീ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അതെൻ്റെ ചേച്ചിയാണ്. ചേച്ചിയെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ ആ പൈസ അടച്ചുകൊള്ളാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. നീ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അവരുടെ മുൻപിൽ വെച്ച് നിന്നോട് മോശമായി സംസാരിക്കേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. അതൊന്നും സാരമില്ല വിക്രം. കാര്യങ്ങൾ മനസ്സിലായല്ലോ, അത് മതി. ഞാൻ ഈ വീട്ടിൽ എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടിയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതും. എന്തായാലും വിക്രം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്ത സ്ഥിതിക്ക് അങ്ങനെ തന്നെ കാര്യങ്ങൾ പോകട്ടെ. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. ഇതോടെ വിക്രം പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ജോലിക്ക് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ കാര്യം വിക്രമിൻ്റെ അച്ഛനറിയാനിടയായതിനെ തുടർന്ന് വിക്രമിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം അയാൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.